ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാഠശാലയിലെ പ്രഭാത സൂര്യൻ. നിമായിക്ക് 14 വയസ്സ്. ഒരു ദിവസം സാധാരണ പോലെ നിമായി ഗംഗാദാസ് പണ്ഡിതന്റെ പാഠശാലയിലേക്ക് കുതിച്ചു വരുന്നു. വൈകിയതിനാൽ കുറുക്കുവഴി വന്ന് പിൻഭാഗത്തെ പടികേറി ധൃതിയിൽ വളപ്പിനകത്ത് കടക്കും. ഗംഗാദാസ് പണ്ഡിതന്റെ ഭാര്യയും അയൽപ്പക്കത്ത് ഒരു സ്ത്രീയും വളരെ ഗംഭീരമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിമായിയെ കണ്ട ഉടൻ രണ്ടുപേരും നിശബ്ദരായിട്ട് അന്തം വിട്ട് തറച്ചു നോക്കി നിന്നു. നിമായി അവരെ വന്നിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അതിവേഗത്തിൽ കടന്നു പോവുകയും ചെയ്തു. മേൽവസ്ത്രത്തിന്റെ തുമ്പും നീണ്ട ചുരുണ്ട മുടിയും കാറ്റിൽ പിന്നിലേക്ക് പറന്നൊഴുകി. ഇത് കണ്ടയുടൻ ഗംഗാദാസിന്റെ ഭാര്യ അത്ഭുതത്തിൽ പറഞ്ഞു, എൻ്റെ ഈശ്വര, ഈ കുട്ടി ഭൂമിയിലത്തെ ഒരു സൃഷ്ടിയാണോ? എന്തൊരു സൗന്ദര്യമാണ് ഞാൻ ഈ കാണുന്നത്. അയൽപ്പക്കത്തെ സ്ത്രീ അത് ശരിവെച്ചു. അമ്പോ, സത്യത്തിൽ ഞാനും അത് തന്നെയാണ് ഇപ്പോൾ ആലോചിച്ചു നിൽക്കുന്നത്. ഇതുപോലൊരു സൗന്ദര്യം മനുഷ്യർക്കുണ്ടാകുമോ? ഗംഗാദാസ് പണ്ഡിതന്റെ ഭാര്യ. അവൻ്റെ വലിപ്പവും ദേഹവടിവും നിറവുമൊക്കെ കണ്ടാൽ അവൻ വല്ലോ ദേവനോ യക്ഷനോ മറ്റോ ആണോ എന്ന് തോന്നും. ചന്ദനക്കുറി എല്ലാവരും ഇട്ടിരിക്കുന്ന രീതിയിലാണോ ആ കുട്ടി ഇട്ടിരിക്കുന്നത്? വെട്ടിത്തിളങ്ങയല്ലേ ആ വലിയ നെറ്റിയിൽ. അയൽപ്പക്കത്തെ സ്ത്രീ. 14 വയസ്സേ ആയിട്ടുള്ളൂ എന്നാ പറയുന്നേ. പക്ഷെ കണ്ടാൽ ഒരു 16-17 വലിപ്പമെങ്കിലും തോന്നും ആ കുട്ടിക്ക്. എന്തൊരാകൃതിയും അന്തസ്സും തേജസ്സുമാണ്. ബുദ്ധിയും ഗംഗാദാസ് പണ്ഡിതന്റെ ഭാര്യ കൂട്ടിച്ചേർത്തു. അയൽപ്പക്കത്തെ സ്ത്രീ ഉപസംഹരിച്ചു. പറയാൻ പാടില്ലെന്നൊക്കെ പറയും, പക്ഷേ പറഞ്ഞു പോവുകയാണ്. എന്തായാലും ഈ കുട്ടിയെപ്പറ്റി എത്ര വിവരിച്ചാലും ആർക്കും മതി വരില്ല. യാതൊരു സംശയവുമില്ലതിന്. ഗംഗാദാസ് പണ്ഡിതന്റെ ഭാര്യ പ്രാർത്ഥിച്ചു. ഭഗവാനെ കൃഷ്ണ, അവനെ കാത്തു രക്ഷിക്കണേ. പഠിപ്പിലും അത്രയ്ക്ക് സമർത്ഥനാണവൻ. ഇവിടെ ആചാര്യർ എന്നും പറയും, നിമായി എൻ്റെ പാഠശാലയിലെ പ്രഭാത സൂര്യനാണെന്ന്. അവൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ പാഠശാല കാലാകാലം വിശ്വവിഖ്യാതി നേടും എന്നൊക്കെ. നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അന്തം വിടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിമായിയുടെ അത്യാകർഷണീയമായ ദേഹവടിവും ആരെയും അമ്പരിപ്പിക്കുന്ന മുഖതേജസ്സും സാന്നിധ്യവും പാഠശാലയിലും നവദ്വീപിലും ഒക്കെ ദിനം പ്രതി മുഖ്യ ചർച്ചാവിഷയമായി തീർന്നു. ഗംഗാദാസ് പണ്ഡിതന്റെ പാഠശാലയിലെ മുതിർന്ന ചില വിദ്യാർത്ഥികൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് വന്നത്. കമലാകാന്തൻ. ഇന്ന് നിമായിയെ കണ്ടില്ലല്ലോ. വക്രേശ്വരൻ. നിമായി എന്നെങ്കിലും മുടങ്ങിയ ചരിത്രമുണ്ടോ? കമലാകാന്തൻ. സദാ ചിന്താവിഷ്ടനാണല്ലോ അവൻ. നമ്മളെക്കാൾ എന്താണിത്ര അവന് ചിന്തിച്ചു കൂട്ടാനുള്ളത്? എന്താണ് വിഷയം? ആരെങ്കിലും ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ? വക്രേശ്വരൻ. ഉണ്ട്. ഞാൻ പലപ്പോഴും നിമായിയോട് ചോദിക്കാറുണ്ട്. കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴൊക്കെ അവന് ഒരേ ഒരു രസമേ ഉള്ളൂ. കമലാകാന്തൻ. എന്താണത്? വക്രേശ്വരൻ. വിദ്യാരസം. കമലാകാന്തൻ. മനസ്സിലായില്ല. വക്രേശ്വരൻ. കമലാകാന്ത, നാം ഈ പാഠശാലയിൽ പഠിക്കുന്ന വിഷയങ്ങൾക്കുപരി പഠിക്കാനും അനുഭവിക്കാനുമൊക്കെ ധാരാളമുണ്ട് നിമായിയെ മനസ്സിലാക്കാനായിട്ട്. എന്ത് മഹാത്ഭുതമാണ് അവൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ പാഠശാലയിൽ നടക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും വയ്യെനിക്ക്. കമലാകാന്തൻ. സത്യത്തിൽ നിമായി ആരാണ്? അമ്മ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ആരാണ് നടത്തുന്നത്? വക്രേശ്വരൻ. അതും ചോദിച്ചിട്ടുണ്ട് ഞാൻ. കമലാകാന്തൻ. ഉത്തരം ഒന്നേ ഉള്ളൂ. കമലാകാന്തൻ. എന്താണത്? വക്രേശ്വരൻ. ഭഗവാൻ. സജ്ജനനിന്ദയും നിരീശ്വരത്വവും കർമ്മലമ്പടതയും കൊണ്ട് വീർപ്പുമുട്ടി ആത്മീയ പ്രകാശധാരയുടെ ഒരു സൂക്ഷ്മകിരണം പോലും പതിക്കാത്ത ഗാഢമായ അജ്ഞാന കൂരിരുട്ടിൻ്റെ ജയിലറകളിൽ തപ്പിത്തടയുന്ന നവദ്വീപിന് മാത്രമല്ല, ഈ ലോകത്തിന് ഒരേ ഒരു ആശ്വാസമേ ഉള്ളൂ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അവിടുത്തെ വാക്കുകളും കഥകളുമാണത്രേ ആദിവ്യാധിയിൽപ്പെട്ട് ഇഴയുന്ന ജീവരാശിക്ക് നിത്യോപജീവന സാധകമായിട്ടുള്ളത്. കമലാകാന്തൻ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് തുടർന്നു. നിമായി നമുക്ക് എത്രയോ ഇളയവനാണ്. എന്നാലും അവനെ കാണുമ്പോഴും അവനോട് വാദിച്ചു തോൽക്കുമ്പോഴുമൊക്കെ ഒരു അഗാധമായ മനഃശാന്തി ഹൃദയാന്തർഭാഗത്തിൽ നിന്നും പൊങ്ങി വരുന്നതായി പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വക്രേശ്വരൻ പറഞ്ഞു. എനിക്ക് ചിലപ്പോഴൊന്നുമല്ല സുഹൃത്തെ, എല്ലായ്പ്പോഴും അങ്ങനെയാണ്. എൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ അവൻ എന്നേ കവർന്നെടുത്തു കഴിഞ്ഞു.
ഈയിടെയായിട്ട് ഞാൻ തന്നെ ഞാനല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. സത്യം. ഇങ്ങനെ തന്നെയാണ് പലർക്കും ഈ പാഠശാലയിൽ നിമായി കാരണം അനുഭവപ്പെടുന്നത്. ആരും പറയുന്നില്ലെന്ന് മാത്രം. നിമായിയുടെ വിവാഹം. നവദ്വീപിൽ വനമാലി ആചാര്യന് നിമായി ദൈവത്തെ പോലെയാണ്. നിമായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ട് തിരിക്കുമ്പോൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് നേരം പോക്കുകൾ പറഞ്ഞ് പൊതുവഴിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സംസാര വിഷയം തുടർന്നു. ഒരു കൂട്ടം പെൺകുട്ടികളുടെ സാന്നിധ്യത്തിൽ അന്നാദ്യമായിട്ടാണ് നിമായി. വനമാലി ആചാര്യൻ സൂചിപ്പിച്ചു. നടുവിലത്തെ ഇടതുനിന്നും രണ്ടാമത്തെ ആ കുട്ടി, അതാണ് വല്ലഭാചാര്യരുടെ മകളായ ലക്ഷ്മിപ്രിയ. നിമായി ശ്രദ്ധിച്ചുവോ? ഒരു ദീർഘമായ നോട്ടം കൊണ്ട് തന്നെ വല്ലാതെ ആകർഷിച്ച ആ കുട്ടി തന്നെയാണ്. ഒരു വിക്കലോടെ നിമായി പറഞ്ഞൊപ്പിച്ചു. ആ കുട്ടി മനസ്സിലായി, എനിക്കറിയാം. നിമായിയും ലക്ഷ്മിപ്രിയയും തമ്മിൽ എന്തോ ഒരു അടുപ്പമാണ്. നിമായിക്കും അത് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചായി. വനമാലി ആചാര്യൻ അഭിപ്രായപ്പെട്ടു. നവദ്വീപിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണവൾ. വല്ലഭാചാര്യൻ വലിയ പണ്ഡിതനാണ്, നല്ല കുടുംബ പാരമ്പര്യവുമുണ്ട്. സത്യം പറഞ്ഞാൽ ആ കുട്ടി നിമായിക്കായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവളാണെന്ന് എനിക്കുറപ്പുണ്ട്. ആ വാക്കുകൾ നിമായിയുടെ ഹൃദയത്തിൽ അരിച്ചു കയറി. ഒരിക്കൽ സച്ചിഗൃഹത്തിൽ വനമാലി ആചാര്യൻ കയറി വന്നിട്ട് പറഞ്ഞു, നമസ്കാരം സച്ചിദേവി. വല്ലഭാചാര്യൻ്റെ മകളെ കണ്ടിട്ടില്ലേ ലക്ഷ്മിപ്രിയ? ആ കുട്ടി നമ്മുടെ നിമായിക്ക് നിസ്സംശയം യോജിക്കും. സച്ചിദേവിക്ക് ഭയം. അതിനവന് 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ ആചാര്യരെ. അച്ഛനുമില്ല, കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് ആലോചിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അവന് സമ്പാദ്യമൊന്നും ആയിട്ടില്ലല്ലോ. വനമാലി ആചാര്യൻ ശഠിച്ചു. സച്ചിദേവി കോപിക്കരുത് ഞാൻ തുടർന്ന് പറയുമ്പോൾ. വല്ലഭാചാര്യനും അത്രയ്ക്ക് ധനികനൊന്നുമല്ല. ആ മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വീട് ധന്യമാക്കണം, അത്രേ എനിക്കുള്ളൂ. എന്തോ അവർ രണ്ടുപേരും അത്ര യോജിപ്പാണ്. വനമാലി ആചാര്യൻ നിമായിയെ തൻ്റെ അറിവുകൊണ്ടോ അറിവ് കേടുകൊണ്ടോ അവതാര പുരുഷനായിട്ട് കണക്ക് കൂട്ടിയിരുന്നൊരു സുഹൃതിയാണ്. രാത്രിയിൽ സാക്ഷാൽ കൽപ്പതരുവായ ശ്രീ ഗൗരാംഗമൂർത്തിയോട് തന്നെ അദ്ദേഹം കീണപേക്ഷിച്ചു തൻ്റെ ഇംഗിതം സഫലമാക്കാൻ. അത് നടന്നില്ലെങ്കിൽ താൻ വളരെ വിഷമിക്കുമെന്നും ഗംഗയിൽ ചാടി ദേഹത്യാഗം ചെയ്യുമെന്നും ഒക്കെ ആലോചിച്ചുറച്ചു. 1-2 ദിവസത്തിനുള്ളിൽ സച്ചിഗൃഹത്തിൽ ഇങ്ങനൊരു സംസാരമുയർന്നു. എന്തിനാണമ്മേ ആ വനമാലി ആചാര്യനെ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്താ കാരണം? അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. സച്ചിദേവി പറഞ്ഞു. ഏയ്, എനിക്കങ്ങനെ അദ്ദേഹത്തോട് ഒരു അവഗണനയും ഇല്ല മകനെ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെയാണ് എനിക്കും. അടുത്ത ദിവസം സച്ചിദേവി വനമാലി ആചാര്യനെ ക്ഷണിച്ചു വരുത്തി. വേണ്ട വിധത്തിൽ ആദരിച്ചുകൊണ്ട് പറഞ്ഞു, ആചാര്യർ ഇരുന്നാലും. അന്ന് പറഞ്ഞ പോലെ നിമായിയുടെ വിവാഹം വല്ലഭാചാര്യരുടെ മകൾ ലക്ഷ്മിപ്രിയയുമായി നടത്താൻ എനിക്ക് സമ്മതമാണ്. ആഹ്ലാദം മറച്ചു വെക്കാൻ പറ്റാത്ത വിധത്തിൽ വനമാലി ആചാര്യൻ നിലതെറ്റി പെരുമാറി. ഒടുവിൽ സച്ചിദേവിയെ വന്ദിച്ച് അവിടെ നിന്നും ഇറങ്ങി വല്ലഭാചാര്യരുടെ വീട്ടിലേക്ക് ധൃതിയിൽ പോവുകയും ചെയ്തു. വനമാലി ആചാര്യരിൽ നിന്നും സംഗതികൾ കേട്ട ശേഷം ലക്ഷ്മിപ്രിയയുടെ അച്ഛനായ വല്ലഭാചാര്യർ പറഞ്ഞു, അനേക ജന്മസുഹൃതം കൊണ്ട് മാത്രമേ ഇങ്ങനൊരു വരനെ ലക്ഷ്മിക്ക് ലഭ്യമാകൂ. അതിനാൽ അങ്ങ് തന്നെ വേണ്ട വിധത്തിൽ ഉത്സാഹിക്കുക. പക്ഷേ ഒന്ന് പറയട്ടെ, സ്ത്രീധനമായിട്ടെടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. ഇവിടുത്തെ ഒരേ ഒരു നിധി ലക്ഷ്മി മാത്രമാണ്. അടുത്തൊരു മുഹൂർത്തത്തിൽ സങ്കീർത്തനാദിവാദ്യഘോഷങ്ങളോടെ ലക്ഷ്മി വിവാഹനാളിൽ വല്ലഭാചാര്യരുടെ ഗൃഹം മുഖരിതമായി. ആ പുണ്യവതി അവതാരപത്നിയായി തീർന്നു. ഭക്തജനങ്ങൾ അർപ്പിച്ച് ഒഴുക്കിയ മിന്നിത്തിളങ്ങുന്ന ദീപാവലികൾ അടിമുടി അണിഞ്ഞ് ഗംഗാദേവി പുളകിതയായി ഒഴുകി. അടുത്ത പ്രഭാതത്തിൽ നിമായും ലക്ഷ്മിപ്രിയയും ഒരു പല്ലക്കിൽ കയറി വലിയ ആൾക്കൂട്ടത്തോടെ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു. അലങ്കാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് പരിപൂർണരായി വിളങ്ങിയ ആ ദമ്പതിമാരെ കണ്ടവരെല്ലാം സ്തംഭിച്ചുപോയി. എല്ലാവരും ഹരിബോൽ ഹരിബോൽ എന്ന് കൈ ഉയർത്തി ആർപ്പ് വിളിച്ചുകൊണ്ടും ആ ദിവ്യവിവാഹം നവദ്വീപ് വാസികൾ മനം വിട്ട് ആഘോഷിച്ചു. വീടിനകത്തും പുറത്തും ദിവ്യമായൊരു പ്രകാശവും നറുമണങ്ങളും അനുഭവപ്പെട്ടതായി സച്ചിദേവിക്ക് തോന്നി.
ഹരേ കൃഷ്ണ.